ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിന്നിവിടെ തയ്യാറാക്കുന്ന നല്ല അടിപൊളി ഒരു ഡ്രിങ്കാണ്. നമ്മൾ കസ്റ്റാർഡ് പൗഡർ വെച്ചിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ. ഈ വേനൽക്കാലത്ത് ചൂടിന് പറ്റിയ നല്ല അടിപൊളി ഒരു ഡ്രിങ്കാണ്. അതേസമയം നമുക്ക് നോയമ്പ് തുറക്കാനായിട്ട് കുടിക്കാനായിട്ടും പറ്റിയ നല്ലൊരു അടിപൊളി ഡ്രിങ്കാണ്. ഈ കസ്റ്റാർഡ് പൗഡർ വെച്ച് നമുക്ക് സലാഡും ഉണ്ടാക്കാം. ഇതിപ്പോൾ ഞാൻ ഡ്രിങ്കായിട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇപ്പം 2 ടീസ്പൂൺ കസ്റ്റാർഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രം നമ്മൾ ചൂട് പാലിലേക്ക് ഒഴിക്കാം കേട്ടോ. അതുകൊണ്ട് ഇതേപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കും. കുറച്ചും കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 2 ഗ്ലാസ്സിനുള്ളത് ആണ് കേട്ടോ ചെയ്യുന്നത്. ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നല്ല ചൂട് സമയമല്ല, അതിൻ്റെയോടൊപ്പം നല്ല നോയമ്പിന് പറ്റിയ നല്ലൊരു ഡ്രിങ്കും കൂടിയാണ്. അപ്പം നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതേപോലെ ഞാൻ നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മൾ ചൂട് പാലൊന്നും എടുത്ത് ഒഴിക്കാൻ പാടില്ല. അപ്പം ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. അപ്പം ഇവിടെ മിൽമ പാലാണ് എടുക്കുന്നത്. കുറച്ച് പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞു 2 ഗ്ലാസ്സിനുള്ള പാലാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പം നമുക്ക് പാല് ഫസ്റ്റ് ഒന്ന് ചൂടാക്കാം. ചൂടായതിന് ശേഷം മാത്രം കസ്റ്റാർഡ് ഇളക്കി വെച്ചില്ലേ അത് യോജിപ്പിച്ചെടുക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ. അപ്പം തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അതിലോട്ട് ഞാൻ കസ്റ്റാർഡ് ചേർത്ത് കൊടുക്കുവാണ്. നിങ്ങൾക്ക് എങ്ങനെയാണോ കട്ടി വേണ്ടുള്ളത് അതേപോലെ നിങ്ങൾ ചെയ്താൽ മതി. ഇതിപ്പം ഡ്രിങ്കിനുള്ള പരുവത്തിനാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഇപ്പം കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ലോ ഫ്ലെയിമിലിട്ടൊന്ന് നന്നായിട്ട് കൊടുക്കുക. ഇതാണ്ട് ഇതേപോലെ നല്ല പരുവത്തിന് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് കറക്റ്റ് പരുവം. ഇത് ലാസ്റ്റ് ഞാൻ ഐസ് ക്യൂബ് ചേർക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും കറക്റ്റ് ഡ്രിങ്കിങ് കുടിക്കാനുള്ള പരുവമായിട്ട് വരും കേട്ടോ. ഇനി നമുക്ക് അരിഞ്ഞു വച്ചേക്കുന്ന ആപ്പിൾ ഫസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏതൊക്കെ ഫ്രൂട്ട്സാണ് വേണ്ടുള്ളതെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിവിടെ ആപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെയോടൊപ്പം ഒരു മാങ്ങ കൊടുക്കുകയാണ്. നല്ല പഴുത്ത മാങ്ങയാണ് കേട്ടോ. ഒരു മാങ്ങ, ഒരു ആപ്പിള്. പിന്നെ ഞാൻ കൊടുക്കുന്നതെന്ന് വെച്ചാൽ മാതളമാണ് കൊടുക്കാനായിട്ട് പോകുന്നത്. മാതളം ഞാൻ എടുത്തേക്കുന്ന അരയാണ് കേട്ടോ. ഒരു വലിയ മാതളത്തിൻ്റെ അരഭാഗമാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി നമ്മൾ അതിലോട്ട് തയ്യാറാക്കി വെച്ചേക്കുന്ന കസ്റ്റാർഡിൻ്റെ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നോക്കുമ്പോൾ കറക്റ്റ് ഫ്രൂട്ട് സലാഡ് പോലെ ആയി കേട്ടോ. ഇപ്പം ഇങ്ങനെ വേണമെങ്കിലും അതിൻ്റെ കൂടെ ഐസ്ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ പഞ്ചസാര ചേർത്തിട്ടുണ്ടായിരുന്നു, അത് പറയാൻ വിട്ടുപോയി. അത് ഞാൻ കാണിച്ചിട്ടില്ല. പഞ്ചസാര ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് ഇനി വേണമെങ്കിലും പഞ്ചസാര കൊടുക്കാം. ഇതിലൂടെ ഞാൻ കസ്കസ് കൊടുക്കുവാണ്. കസ്കസ് കുറച്ച് വെള്ളത്തിലിട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ ആയി വരും കേട്ടോ. അതും കൂടി കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുവാണ്. അപ്പം കറക്റ്റ് ഒരു ഡ്രിങ്കിങ് പരുവത്തിനായിട്ട് വരും കേട്ടോ. ഐസ് കട്ട നന്നായിട്ടൊന്ന് അലിഞ്ഞു വരുന്നതിന് ശേഷം കറക്റ്റ് പരുവമായിട്ട് വരും. നിങ്ങളുടെ തണുപ്പിനനുസരിച്ച് നിങ്ങൾക്ക് ഐസ് ക്യൂബ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അലിഞ്ഞു വരുന്നതിന് ശേഷം നല്ല കറക്റ്റ് പരുവമായിട്ട് വരും കേട്ടോ. ഇതിലൂടെ നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ കാര്യങ്ങളോ വേണമെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ഇത്രയും കാര്യങ്ങൾ ഞാനിവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം. ഇപ്പം നമ്മുടെ കറക്റ്റ് പരുവമായിട്ടുണ്ട്. നമ്മുടെ ഡ്രിങ്ക് നല്ല കറക്റ്റ് പരുവമായിട്ടാണ്. ഐസ് ക്യൂബും കൂടി ആഡ് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും കുടിക്കാൻ പറ്റുന്ന രീതിയിൽ കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഇത് നല്ല കട്ടിയായിട്ടാണെങ്കിൽ നമുക്ക് ഫ്രൂട്ട് സലാഡായിട്ട് യൂസ് ചെയ്യാം. നല്ല ലൂസ് വേണമെങ്കിൽ നമ്മൾ ഡ്രിങ്കിങ് വാട്ടറായിട്ട് യൂസ് ചെയ്യാം. നല്ലൊരു ഡ്രിങ്ക് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് നോയമ്പ് തുറക്കാനായിട്ട് നേരത്തെ തന്നെ നമുക്ക് റെഡിയാക്കി വെക്കാം. ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം കേട്ടോ. കുടിക്കുന്ന സമയമാകുമ്പോൾ നമുക്ക്
വെളിയിലോട്ട് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. താങ്ക് യു. ബൈ.